ആ യുദ്ധത്തിൽ അവർക്ക് ജയിക്കണമെങ്കിൽ ഏക മാർഗം എന്താണെന്ന് വെച്ചാൽ പശുവിനെ മുന്നിൽ നിർത്തിയാൽ മതി. അപ്പോൾ ഹിന്ദുക്കൾ എന്ത് ചെയ്യും? ആരാധന മനോഭാവത്തോടുകൂടി തിരിച്ചു പോകും. ബ്രാഹ്മണരെ കുറിച്ച് നമ്മളെല്ലാവരും സസ്യബുക്കുകളാണെന്നുള്ള ധാരണയുണ്ട്. മാംസബുക്കുകളായിട്ടുള്ള മാംസം ഭക്ഷിക്കുന്ന ബ്രാഹ്മണരുണ്ട്. ബംഗാളിലെ ബ്രാഹ്മണർ മത്സ്യം കഴിക്കുന്നു നന്നായിട്ട്. അപ്പോൾ മത്സ്യത്തിന് അവർ എന്താ പറയുന്നതെന്ന് വെച്ചാൽ സീ ഫ്രൂട്ട് എന്നാണ് അവർ വിളിക്കുക. ഒരു പശുക്കുട്ടിക്ക് അസുഖം വരുന്ന ഒരു സമയത്ത് ആ പശുക്കുട്ടിയെ അദ്ദേഹം കൊന്നുകളയുന്നുണ്ട്. അപ്പോൾ ആളുകൾ മുഴുവൻ നിങ്ങൾ ഈ ഗോസംരക്ഷണം പറഞ്ഞിട്ട്, അപ്പോൾ അദ്ദേഹം പറയുന്നത് അതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് അതിനെ വേദനയിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഗോൾവാൾക്കർ കുര്യനോട് തുറന്നു പറയുന്നുണ്ട്, ഞാൻ ഈ പശുവിനെ വെച്ചിട്ട് ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദുക്കളെയും ഏകീകരിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് പറയുന്ന ഒരു ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുന്നതിന് ഹലാൽ എക്സ്പോർട്ടേഴ്സ് എന്നാണ്. ഇപ്പോൾ ഹലാൽ എന്ന് പറയുന്ന ഒരു വലിയ ചർച്ചയായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഹലാലാണെങ്കിൽ പുറത്തേക്ക് വിടാൻ പറ്റുള്ളൂ. അന്ന് ഹലാൽ എന്ന സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് ഇത് പുറത്തേക്ക് വിടുന്നവരുടെ കൂട്ടത്തിൽ സംഗീത് സോമൻ മുസ്ലിം ലീഗ് എടുത്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രമേയത്തിൽ ഒന്ന് ഗോവധ നിരോധനം നടപ്പിലാക്കണമെന്നാണ്. പ്രിയപ്പെട്ടവരെ, നല്ല വർത്തമാനങ്ങളുടെ നേരം സാഗർ ടോക്സിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട മുനീർ സാഹിബാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. മുനീർ സാഹിബ്, ഇന്ന് നമ്മൾ മുനീർ സാഹിബിൻ്റെ പുതിയ പുസ്തകം പശുദേശീയത, അതുപോലെ തന്നെ കുറച്ച് ആനുകാലിക സംഭവങ്ങളൊക്കെ സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പശുദേശീയതയെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ മുഴുവനും വായിച്ചു. അതായത് നേരത്തെ എഴുതിയ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അതിൽ ഏറ്റവും സ്ട്രെയിൻ ചെയ്ത് മുനീർ സാഹിബ് എഴുതിയൊരു പുസ്തകം ഫാഷിസവും സംഘപരിവാറുമാണ്. അതെ. അതിനുശേഷം എനിക്ക് തോന്നുന്നത് അത്രയും കനപ്പെട്ടൊരു പുസ്തകം ഈ പശുദേശീയതയായിരിക്കുന്നതാണ്, അല്ലേ? എന്നു മുതലാണ് ഇതിനെക്കുറിച്ചുള്ളൊരു ആലോചന തുടങ്ങുന്നത്? പശുദേശീയത എന്ന് പറയുന്ന പുസ്തകം ആലോചന തുടങ്ങിയിട്ട് 10 വർഷമായി. കാരണം 10 വർഷം മുമ്പ് തന്നെ പശുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രൂക്ഷമായ സംഘർഷങ്ങളും അതുപോലെ ആൾക്കൂട്ട കൊലപാതകങ്ങളൊക്കെ നടന്നു തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മോദി അധികാരത്തിൽ വന്ന ശേഷം അത് കൂടുതൽ രൂക്ഷമായി. അങ്ങനെയാണ് അതിനെക്കുറിച്ചുള്ള ഒരു പുസ്തകം എഴുതണം എന്ന ആലോചന വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി പിന്നെ പുസ്തകം ശേഖരിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടുള്ളത്. ഒരു കാര്യമായി എനിക്ക് ഒരു പ്രയാസം അതായിരുന്നു, പുസ്തകങ്ങൾ കിട്ടുക എന്നുള്ളത്. പക്ഷേ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 100 പുസ്തകങ്ങളിലധികം പശുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങൾ. അതുപോലെ തന്നെ ഋഗ്വേദം തന്നെ അതിൻ്റെ മുഴുവൻ വോളിയങ്ങളും വാങ്ങി ഋഗ്വേദം അടക്കം വായിച്ചു. അങ്ങനെ ഇതിഹാസങ്ങളും ചരകസംഹിതയും സുശ്രുത സംഹിതയും ഒക്കെ വായിച്ച് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടിട്ട് എഴുതിയിട്ടുള്ളതാണ്. അതിന് വലിയൊരു റിസർച്ച് ഇതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും സമയം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഈ സീൻലാബിദിനെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു, അതായത് ഈ കവർ ചെയ്തിട്ട് 10 വർഷം. ഞാൻ ആദ്യം ചെയ്തത് കവറ്. എപ്പോഴും എൻ്റെ പുസ്തകം ഞാൻ ആലോചിക്കുമ്പോൾ തന്നെ സൈൻലാബിദിനെ കൊണ്ടൊരു കവർ ഞാൻ ചെയ്യും. അപ്പോൾ എൻ്റെ പുസ്തകങ്ങൾ മുഴുവൻ പ്രധാനപ്പെട്ട പുസ്തകങ്ങളുടെ കവറുകൾ ചെയ്തിട്ടുള്ളത് സൈൻലാബിദ. ഫാഷിസവും സംഘപരിവാറും അദ്ദേഹത്തിൻ്റെ കവറാണ്. പിന്നെ ഭീകരത പരസ്പരം പാലൂട്ടുന്ന ശത്രുക്കൾ എന്ന് പറയുന്നത് പുസ്തകത്തിൻ്റെ കവർ അദ്ദേഹത്തിൻ്റെതാണ്. അങ്ങനെ അദ്ദേഹം പിന്നെ ഞാൻ എഡിറ്റ് ചെയ്തിട്ടുള്ള പുസ്തകമുണ്ട്, ഓ പലസ്തീൻ എന്ന് പറയുന്നത്. അതിൻ്റെയൊക്കെ കവർ ഡിസൈൻ ചെയ്തിട്ടുള്ള സൈൻലാബിദ. അപ്പോൾ അതുകൊണ്ട് ഇത് 10 വർഷം മുമ്പ്, പക്ഷേ ഇന്നും ഇത് പ്രസക്തമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു സിംഹത്തിൻ്റെ ഇമേജിനെ അദ്ദേഹം പശുവിൻ്റെ ഇമേജാക്കി മാറ്റിക്കൊണ്ടാണ് ഈ പുസ്തകത്തിൻ്റെ കവർ ചെയ്തിട്ടുള്ളത്. ഈ പുസ്തകത്തിലേക്ക് വരുമ്പോൾ എനിക്ക് ഒരു ആകർഷണീയമായി തോന്നിയത് ഇതിലെ ഒരു ഭാഷയാണ്. അതായത് ഫാഷിസം സംഘപരിവാറും എന്ന് പറയുന്നൊരു പുസ്തകം, അത് കുറച്ചുകൂടെ ഒരു അക്കാദമിക് സ്റ്റൈലിലേക്ക് മാറ്റി എഴുതിയൊരു സാധനമാണ്. അതിനേക്കാൾ ലളിതമായിട്ടുള്ള ഒരു ലാംഗ്വേജ് ഇതിൽ ഉപയോഗിച്ചെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഫാഷിസം സംഘപരിവാറും എഴുതുന്ന സന്ദർഭത്തിൽ
നമ്മുടെ അന്ന് വളരെ ചെറുപ്പമായ ഒരു സമയത്താണ് ഞാൻ എഴുതുന്നത്. എൻ്റെ 30ാമത്തെ വയസ്സിൽ എഴുതി തുടങ്ങിയിട്ടുണ്ടത്. ആ പുസ്തകം പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കണ്ടൻറ്റ്, കാരണം അതിൽ ഐഡിയോളജിയെക്കുറിച്ച് കൂടുതൽ ഫാഷിസ്റ്റ് ഐഡിയോളജിയെക്കുറിച്ച് പറയുമ്പോഴും അന്നത്തെ ജർമ്മൻ ഐഡിയോളജി ഉണ്ടാക്കിയിട്ടുള്ള, ഫാഷിസ്റ്റ് ഐഡിയോളജി ഉണ്ടാക്കിയിട്ടുള്ള ആളുകളും അവരുടെ തിയറിയും നീഷയും ഇതെല്ലാം അതിനകത്തേക്ക് വരുന്നത് കൊണ്ട് കുറച്ച് സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളാണ് അതിൽ കൈകാര്യം ചെയ്തിട്ടുള്ളത്. പക്ഷേ എനിക്ക് തോന്നി ഈ പശുദേശീയത എഴുതുമ്പോൾ എനിക്ക് തോന്നിയത്, ഞാൻ ഏറ്റവും സാധാരണക്കാരൻ വായിക്കുമ്പോൾ അയാൾക്ക് അത് മനസ്സിലാകുന്ന രീതിയിലുള്ളൊരു ഭാഷ ഉപയോഗിക്കണം എന്നുള്ളത് നിർബന്ധമായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് വളരെ ലളിതമായ ഭാഷയിലാണ് ഞാൻ അത് മുഴുവനായിട്ട് എഴുതിയിട്ടുള്ളത്. വളരെ ലളിതമായ ഭാഷയിൽ. ഈ പുസ്തകത്തിലേക്ക് പെട്ടെന്ന് കടക്കാൻ പ്രചോദനമാകുന്നൊരു സാധനമാണ് മാധവിക്കുട്ടിയുടെ കഥ. അതെ അല്ലേ? അതെ, ശരിക്കും അതാണ് അതിൻ്റെ വാതിൽ. വിശുദ്ധ പശു. വിശുദ്ധ പശു എന്ന് പറയുന്നത് എത്ര കാലം മുമ്പാണ് അവർ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത്, പശു എന്ന് പറയുന്നത് എന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഇന്ത്യയിൽ ആ വിഷയം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിട്ട് മാധവിക്കുട്ടിയുടെ വിശുദ്ധ പശു എന്ന് പറയുന്ന കഥ നമുക്ക് കാണാൻ കഴിയും. ഈ രാംബുനിയാനി, അതുപോലെ തന്നെ ശ്യാംകുമാർ, ഇവരുടെയൊക്കെ ആമുഖങ്ങളാണ് ഇതിൻ്റെ ഒരു പ്രധാന പ്രത്യേകത. അതുപോലെ തന്നെ ഇത് 6 ഭാഗങ്ങളാക്കി തിരിച്ചു. അങ്ങനെ ഒരു കാറ്റഗറൈസേഷനിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? അത് നമുക്ക് ഒരു കാലത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. അപ്പം വേദകാലത്ത് എങ്ങനെയായിരുന്നു മാംസത്തെ കണ്ടിരുന്നത്, വേദാനന്തര കാലം എങ്ങനെയാണ്, അതിനിടയിൽ ബുദ്ധ കാലഘട്ടം വന്നിട്ടുണ്ട്. ബുദ്ധ കാലഘട്ടമാണ് സത്യത്തിൽ ഈ സസ്യബുക്കുകൾ എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് വരുന്നത്. അപ്പോൾ ബുദ്ധ സമൂഹത്തിൽ നിന്നും വീണ്ടും ഹിന്ദു സമൂഹത്തെ മോചിപ്പിക്കുന്നതിന് വേണ്ടി പിന്നെ പശുവിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഹിന്ദുത്വവാദികൾ എന്ന് പറയുന്ന ആളുകൾ ഈ ആശയപ്രചരണം ആരംഭിക്കുന്നത്. പിന്നീട് ഗീതാ പ്രസ് എന്ന് പറയുന്ന, ഗീതാ പ്രസ്സാണ് സത്യത്തിൽ ഈ പശു മൂവ്മെൻറ്റ് കൊണ്ടുവരുന്നത്. അതിനെ പൊളിറ്റിക്കലൈസ് ചെയ്യുന്നത് ഗീതാ പ്രസ്സാണ്. അപ്പോൾ ഗീതാ പ്രസ്സും അതിൽ പോഡർ എന്ന് പറയുന്ന വ്യക്തിയും ഗോൾവാൾക്കറും തമ്മിലുള്ള ഒരു ബന്ധം, അക്ഷര പിന്തുണ അവിടുന്നാണ് വരുന്നത്. പിന്നെ ഗോൾവാൾക്കർ ഇതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള രുചി മനസ്സിലാക്കി അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അന്നത്തെ കുര്യനെ, മിൽക്ക് മാൻ എന്നൊക്കെ പറയുന്ന കുര്യനുമായിട്ട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ആ കുര്യൻ അന്നൊരു കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട്. ഇന്ദിരാഗാന്ധി രൂപീകരിച്ച കമ്മിറ്റിയിൽ കുര്യനും ഉണ്ടായിരുന്നു, ഗോൾവാൾക്കർ ഉണ്ടായിരുന്നു. അപ്പോൾ ഗോൾവാൾക്കർ കുര്യനോട് തുറന്നു പറയുന്നുണ്ട്, ഞാൻ ഈ പശുവിനെ വെച്ചിട്ട് ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദുക്കളെയും ഏകീകരിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് പറയുന്ന ഒരു ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുന്നതിന്. അതിൻ്റെ കൂടെ ഇന്ത്യയിലുള്ള എല്ലാവരും ഉണ്ടായിട്ടില്ല, പക്ഷേ അദ്ദേഹത്തിന് അതിനെ ഒരു രാഷ്ട്രീയ അജണ്ടയാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ അതിനുശേഷം മോദി അധികാരത്തിൽ വരുന്നത് തന്നെ പിങ്ക് റവല്യൂഷൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെയാണ്. അതാണ് പിന്നീട് ഈ ആൾക്കൂട്ട കൊലപാതകങ്ങളിലേക്കും അതുപോലെ തന്നെ വളരെ ഈ പശു ബെൽറ്റ് എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും ഈ കൗ വിജിലൻസ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ വന്നിട്ട് അതിനെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ വിവിധ ഭാഗങ്ങളാക്കി അതിൻ്റെ ഒരു ക്രോണോളജിയിൽ ആണ് ഞാൻ എഴുതി. അതാണ് ഇതിൽ ഏറ്റവും വലിയ കൗതുകം. അതായത് പിന്നെ വേദകാലത്തെ പിന്നെ ഉപനിഷത്തുകളും ഋഗ്വേദം ഉൾപ്പെടെയുള്ള സംഗതികളിൽ എന്തൊക്കെ പറയുന്നു, എനിക്ക് തോന്നുന്നു അത്രയും വിശദമായിട്ട് മറ്റൊരു പുസ്തകങ്ങളിലും അങ്ങനെ കണ്ടിട്ടില്ല. അത് ഞാൻ അതുകൊണ്ട് ഞാൻ പലരും പറഞ്ഞു വെക്കുക ചെയ്തത്. അപ്പം D.N. ഝായുടെ പുസ്തകത്തിൽ അദ്ദേഹം ഇതെല്ലാം ഋഗ്വേദം പറയുന്നുണ്ട്, അതേപോലെ തന്നെ ഉപനിഷത്ത് പറയുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ അദ്ദേഹം
അതിൻ്റെ ചാപ്റ്ററെ കുറിച്ച് മാത്രമേ പറയുന്നത്. അത് ഏത് കാണ്ഡത്തിലാണ് അല്ലെങ്കിൽ ഏത് അധ്യായത്തിലാണ് വരുന്നത്. ഞാൻ പക്ഷേ അതെടുത്തു. ആ മുഴുവൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വെച്ചിട്ട് ഒറിജിനൽ ഋഗ്വേദം എടുക്കുകയും ആ ഋഗ്വേദത്തിൽ നിന്നുള്ള കോട്ട് ഇതിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അപ്പം കുറച്ചുകൂടി ഓതൻറ്റിക് ആവുക എന്നുള്ളതാണ് അത്. ഇത് ഇന്ന് മനസ്സിലാവുന്നൊരു പ്രധാന കാര്യം ഈ വേദകാലം അല്ലെങ്കിൽ ഈ അന്നത്തെ ഈ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ മാംസ ആഹാരത്തെ ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ളതാണ്. അത് സത്യമാണല്ലോ. അന്ന് ഈ പ്രത്യേകിച്ച് ഹോമങ്ങളൊക്കെ നടന്നിരുന്നൊരു കാലം കൂടിയായിരുന്നു. അപ്പം ഇപ്പം അശ്വമേധം എന്നൊക്കെ പറയുന്നത് സ്മൃതിയിലൊരു ഇത് പറയുന്നുണ്ട്, ഒരു പ്രോഷിതാം ഭക്ഷയൻ മാംസം ബ്രാഹ്മണാനാം ച കാമ്യയ യഥാവിധി നിയുക്തസ്തു പ്രാണാനാമേവ ചാത്യയെ. അത് യജ്ഞത്തിൽ മന്ത്രപൂർവം പ്രോക്ഷണ സംസ്കാരം ചെയ്ത് ഹോമിച്ച മാംസം ഭക്ഷിക്കാം. അതിൽ തന്നെ ബ്രാഹ്മണർക്ക് മാംസം കഴിക്കണമെന്ന് കൊതി തോന്നിയാൽ വിധിപ്രകാരം അനുവദിച്ചുള്ളത് കഴിക്കാം എന്നൊക്കെ പറയുന്നു. ഇത് ഞാൻ സവർക്കറിനെ നമ്മൾ വേറിട്ട് കാണേണ്ട ഒരു വ്യക്തി. അത് എനിക്ക് കൗതുകം തോന്നിയ ഗോൾവാൾക്കറും സവർക്കറും ഇതിൽ വ്യത്യസ്ത അഭിപ്രായക്കാരാണ്. സവർക്കർ മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം പശുവിൻ്റെ കാര്യങ്ങൾ പറയുന്നത്. അതെ അതെ. ഞാനത് കൂടുതൽ സവർക്കറിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഈ അടുത്ത അരുൺ ഷൂരി എഴുതിയിട്ടുള്ള ദി ന്യൂ ഐക്കൺ എന്ന് പറയുന്ന സവർക്കറിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഒരു അധ്യായം മുഴുവൻ സവർക്കറും പശുവുമാണ്. അപ്പം ഞാനിതിൽ അത് എടുത്തുദ്ധരിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് അരുൺ ഷൂരി എഴുതിയ പുസ്തകത്തിലെ, അപ്പോൾ അരുൺ ഷൂരി ആരായിരുന്നു? അരുൺ ഷൂരി BJP ഗവൺമെൻറ്റിലെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് മിനിസ്റ്ററായിരുന്നു. അദ്ദേഹം സവർക്കറിനെ കുറിച്ച് എഴുതിയിട്ടുള്ള പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഒരു അധ്യായം പറയുന്നത് എത്രമാത്രം പശു ആരാധനയെ അദ്ദേഹം എതിർത്തിരുന്നു എന്ന് പറയുന്ന ഒരു ഗുണമുള്ള മൃഗമാണ്, പക്ഷേ അമ്മയല്ല, തീർച്ചയായും ദൈവവുമല്ല. അതാണ് സവർക്കറുടെ വാക്ക്. സവർക്കർ ഇതിനേക്കാൾ വളരെ രൂക്ഷമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനത് ഇതിലേക്ക് എടുത്ത് ഉദ്ധരിച്ചിട്ടില്ല മുഴുവൻ. കാരണം അധികാർക്കും അറിയാത്ത കാര്യമായിരിക്കും. കാരണം സവർക്കർ പറഞ്ഞത് അതേപോലെ നമ്മൾ ഇതിലേക്ക് ഉദ്ധരിക്കുകയാണെങ്കിൽ അത് വല്ലാതെ പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പോകും. അതുകൊണ്ട് അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. പശുവിനെ ആരാധിക്കുന്നതിലൂടെ നമ്മുടെ രാജ്യം തന്നെ ഒരു പശുവായി മാറിയിരിക്കുന്നു. സവർക്കർ പറയാണ്, നമ്മുടെ രാജ്യം പശുവിൻ്റെ കാലുകൾ പോലെ ആദ്യത്തെ അപകടത്തിൽ തന്നെ ധോം ശബ്ദത്തോടെ നിലംപതിക്കും. നമ്മുടെ ദേശം പശുവിൻ്റെ കാലിലല്ല, സിംഹത്തിൻ്റെ കാലിലാണ് കെട്ടിപ്പടുക്കേണ്ടത്. ഞാൻ പശു വിരോധിയല്ല, പശുവിനെ നാം പരിപാലിക്കണം, പക്ഷേ ആരാധിക്കരുത്. അത് അദ്ദേഹം പറയുന്നത് നമ്മൾ പശു എന്നതിനേക്കാൾ സിംഹത്തിനെ ആണ് കൂടുതൽ ആരാധിക്കേണ്ടതെന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ അദ്ദേഹം ചില താരതമ്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ സത്യത്തിൽ മറ്റുള്ളവർക്കൊന്നും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അദ്ദേഹം അന്നേ പറഞ്ഞു വച്ചിട്ടുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നത് സവാർക്കറിൻ്റെ സമ്പൂർണ്ണ കൃതികൾ വായിച്ച ശേഷമാണ് അരുൺ ഷൂരി ആ പുസ്തകം എഴുതുന്നത്. അപ്പോൾ ആ ഉദ്ധരണികൾ മുഴുവൻ സവാർക്കറിൻ്റെ കളക്റ്റഡ് വർക്ക്സ് നിന്ന് എടുക്കുന്നതാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു പല സ്ഥലത്തും അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അരുൺ ഷൂരി പുസ്തകം എഴുതുന്നത് വരെ സവർക്കറിനെ കുറിച്ച് പല സ്ഥലത്തും പറയുന്നുണ്ട്. അദ്ദേഹം പശു ആരാധിക്കുന്നതിനെതിരായിരുന്നു എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം അതിൽ പറയുന്നത് ഇപ്പം മുസ്ലിങ്ങൾ ഒരു യുദ്ധത്തിന് വരുന്നു, ആ യുദ്ധത്തിൽ അവർക്ക് ജയിക്കണമെങ്കിൽ ഏക മാർഗം എന്താണെന്ന് വെച്ചാൽ പശുവിനെ മുന്നിൽ നിർത്തിയാൽ മതി. അപ്പോൾ ഹിന്ദുക്കൾ എന്ത് ചെയ്യും? ആരാധന മനോഭാവത്തോടു കൂടി തിരിച്ചു പോകും. അത് സവർക്കർ പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഈ പശു ആരാധന കൊണ്ടാണ് മുസ്ലിം ഭരണാധികാരികളൊക്കെ വന്ന് അദ്ദേഹം അതിനുള്ള ഒരു പുതിയ തിയറി കണ്ടെത്തുന്നത് ഇതാണ്: പശുവാണ് ഇവിടെ അധിനിവേശത്തിനൊക്കെ കാരണം ഹിന്ദു പടയാളികളെ ദുർബലമാക്കിയത് എന്ന് പറയുന്നത്. ഈ വേറെ പുതിയ അറിവ് എനിക്ക് കിട്ടിയത്, ഇപ്പോൾ ബ്രാഹ്മണരെക്കുറിച്ച് നമ്മളെല്ലാവരും സസ്യബുക്കുകളാണെന്നുള്ള ധാരണ ഉണ്ട്. പക്ഷേ മാംസ ബുക്കുകളായിട്ടുള്ള മാംസം ഭക്ഷിക്കുന്ന ബ്രാഹ്മണരുണ്ട്. തീർച്ചയായിട്ടും. കാരണം എനിക്ക് തോന്നുന്നു കാശ്മീരി ബ്രാഹ്മണരൊക്കെ, കാശ്മീരി ബ്രാഹ്മണർ, അതേപോലെ ബംഗാളിലെ ബ്രാഹ്മണർ ഈ മത്സ്യം കഴിക്കും നന്നായിട്ട്. അപ്പോൾ മത്സ്യത്തിന് അവർ എന്താ പറയുന്നതെന്ന് വെച്ചാൽ സീ ഫ്രൂട്ട് എന്നാണ് അവർ വിളിക്കുക.
സീ ഫ്രൂട്ട്, കടലിലെ ഫലങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അതിനെ അവർ മത്സ്യമായിട്ടല്ല കാണുന്നത്. പക്ഷെ ഇപ്പോൾ ബംഗാളിൽ ഈ മത്സ്യം പോലും കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന, അതായത് കുട്ടികൾക്ക് കോഴിമുട്ട പോലും കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് ബംഗാളിലെ നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ അത് അവിടുത്തെ ബ്രാഹ്മണ സമൂഹത്തിനെതിരായിട്ടുള്ള തീരുമാനങ്ങളായിട്ടാണ് നമ്മൾ ഈ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ സ്വാമി വിവേകാനന്ദനെ ഇപ്പോൾ സംഘപരിവാര ടൂളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ വിവേകാനന്ദൻ്റെ ഒരു നീണ്ട സംഭാഷണം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഗോസംരക്ഷകർ വരുമ്പോൾ ഈ 9 ലക്ഷം മനുഷ്യർ പട്ടിണി കിടന്നിട്ട് മരിച്ച ഒരു സാഹചര്യത്തിൽ അവർക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ ഞങ്ങൾ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, ഞങ്ങൾ ഗോസംരക്ഷണമാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയണം. അതോടൊപ്പം തന്നെ കൗതുകരമായ കാര്യം അവർ പറയുന്നുണ്ട്, അവർ മരിച്ചത് അവരുടെ മുജ്ജന്മ പാപം കൊണ്ടാണ്, അല്ലെങ്കിൽ മുജ്ജന്മത്തിലെ പാപം കൊണ്ട് മരിക്കുന്നതാണ്. അപ്പോൾ ഈ ഗോക്കൾ കശാപ്പുകാരൻ്റെ കൈകളിലെത്തിയാൽ അതും അവരുടെ മുൻജന്മ. അത് ഈ അടുത്ത് വിവേകാനന്ദനെ കുറിച്ച് ഇറങ്ങിയിട്ടുള്ളൊരു മനോഹരമായ പുസ്തകമുണ്ട്. ആ പുസ്തകത്തിലെ ഒരു അധ്യായം ഇതേപോലെ തന്നെ പശുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം കാര്യങ്ങൾ. അപ്പോഴാണ് നമ്മൾ സ്വാമി വിവേകാനന്ദൻ എങ്ങനെയായിരുന്നു ഗോസംരക്ഷകരെ കണ്ടിട്ടുള്ളത് എന്ന് ഈ ഒരു ഈ സംഭാഷണത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾ എന്താ പട്ടിണി കിടക്കുന്ന മനുഷ്യരോട് നിങ്ങൾക്ക് ദയയില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ഈ ഒരു ആവശ്യത്തെ എനിക്ക് അതിനോട് യോജിക്കാനേ പറ്റുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ ഗാന്ധിജിയുടെ നിലപാട് അത് ഒരു അധ്യായം തന്നെ ഉണ്ട്. പലപ്പോഴും ട്വിസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു ഘട്ടമുണ്ട്. അതായത് അവിടെ ഇവിടെ എല്ലാത്തിനും നിലപാട് ഗാന്ധിജി പലപ്പോഴും പാരഡോക്സ് എന്ന് തന്നെ പറയുന്നത് അതിനെക്കുറിച്ചിട്ട്. ഗാന്ധി പശുവിൻ്റെ വലിയ സംരക്ഷകനായിരുന്നു. അതേസമയം ഈ മുസ്ലിം സമൂഹത്തിനെതിരെ നടന്ന ആക്രമണങ്ങളൊക്കെ അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. അപ്പോൾ ഖിലാഫത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവിടെ കോൺഗ്രസ് അതിനെ പിന്തുണയ്ക്കുന്ന സമയത്ത് ചില ആളുകൾ വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, ഈ സമയം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മുസ്ലിങ്ങളോട് പിന്നെ ഗോവധം നിരോധനം നടപ്പിലാക്കാൻ പറഞ്ഞുകൂടെ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അത് ഈ സന്ദർഭത്തിൽ ചെയ്യേണ്ടതല്ല, അത് അവർ സ്വയം ബോധ്യപ്പെട്ട് ചെയ്യേണ്ടതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അദ്ദേഹം ഒരു പശുക്കുട്ടിക്ക് അസുഖം വരുന്ന ഒരു സമയത്ത് ആ പശുക്കുട്ടിയെ അദ്ദേഹം കൊന്നുകളയുന്നുണ്ട്. അപ്പോൾ ആളുകൾ മുഴുവൻ നിങ്ങൾ ഈ ഗോസംരക്ഷണം പറഞ്ഞിട്ട്, അപ്പം അദ്ദേഹം പറയുന്നത് അതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് അതിനെ വേദനയിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളതാണ്. കാലാകാലം അത് വേദന അനുഭവിച്ച് കഴിയുന്നതിൽ നിന്നും അതിനെ മോചിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഈ പാരഡോക്സ് എന്ന് പറയുന്ന ഒരു സാധനമായിട്ട് പിന്നീട് പലരും ഒരു ലേഖന രൂപത്തിൽ എഴുതിയിട്ടുണ്ട്. 921 ഗാന്ധി പറയുന്നുണ്ട്, അക്രമത്തിലൂടെ ഗോസംരക്ഷണത്തിന് മുതിർന്നാൽ ഹിന്ദുമതം പൈശാചികമാകുന്നു. അതെ, അദ്ദേഹം അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, അദ്ദേഹം ഈ കാര്യത്തിൽ, അതായത് ഒരു ആക്രമണം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ നിഘണ്ടുവിലില്ലല്ലോ, അഹിംസയാണല്ലോ. അപ്പോൾ ഇതിൻ്റെ പേരിൽ മുസ്ലിം സമൂഹം ആക്രമിക്കപ്പെടാൻ പാടില്ല എന്ന നിലപാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതേസമയം അദ്ദേഹം പശുവിനെ അങ്ങേയറ്റം സംരക്ഷിക്കുകയും അദ്ദേഹം ഹിന്ദു സമൂഹത്തോട് തന്നെ പറയുന്നുണ്ട്, നിങ്ങളാണ് ഏറ്റവും കൂടുതൽ പശുവിനെ ക്രൂരമായി കാണുന്നത്. പ്യൂരി എന്നൊക്കെ പറയുന്ന, അങ്ങനത്തെ ഫൂക്ക എന്നൊക്കെ പറയുന്ന നിങ്ങളുടെ ഞാനത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി, ഞാനത് നിയമസഭയിൽ പറയുകയും ചെയ്തിട്ടുള്ള ഈ വിഷയങ്ങൾ. കാരണം ആനന്ദ് മാതൃഭൂമിയിൽ എഴുതിയിട്ടുള്ള ഒരു ലേഖനത്തിൽ ഗാന്ധിയുടെ ഈ നിലപാടുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ പിന്നെ ആഴത്തിൽ ഞാൻ വായിക്കുകയും പിന്നെ എന്തുകൊണ്ടാണ് ഗാന്ധി ഹിന്ദു സമൂഹത്തിനകത്ത് ആണ് കൂടുതലായി പശുവിനെ പീഡിപ്പിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളൊക്കെ വായിക്കാനിടയായത്. എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ പരിശോധിച്ചാൽ വളരെ ശക്തമായിട്ട് ഈ ഗോവധ നിരോധനത്തിനെതിരെ നിലകൊണ്ട ഒരാളേ ഉള്ളൂ. ആ മനുഷ്യൻ്റെ പേര് നെഹ്റു എന്നാണ്. അതെ, ഈ പുസ്തകം വായിക്കുമ്പോഴാണ് എനിക്കതിൻ്റെ ഒരു എത്രത്തോളം നെഹ്റു ഒരു വ്യത്യസ്തനായ വ്യക്തിയായിരുന്നു. അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ തന്നെ
അദ്ദേഹം എടുത്ത നിലപാടുകൾ ഭയങ്കര ശക്തമാണ്. അദ്ദേഹം കാരണമാണ് അത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ വരാതെ ഡയറക്റ്റീവ് പ്രിൻസിപ്പളിലേക്ക് വരുന്നത്. പക്ഷെ അതിലന്ന് മുസ്ലിം അംഗങ്ങളുണ്ടായിരുന്നു. സിഡജ് ലാരിയും അതേപോലെ സഹദുല്ല എന്ന് പറയുന്നത്. അവർ രണ്ടുപേരും പറഞ്ഞത് നിങ്ങൾ ഇത് പിന്നെ ക്ലിയറായി പറയണം, മൗലികാവകാശമാക്കി മാറ്റണം അതിനെ. കാരണം കുറേ കാലത്തിന് ശേഷം ഇതിൻ്റെ പേരിൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ സമുദായം വേട്ടയാടപ്പെടും എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് പശുവിനെ തിന്നേ തീരുന്ന നിലപാടില്ല എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ നെഹ്റു അവിടെ എടുത്തിരിക്കുന്ന ഒരു നിലപാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭക്ഷണം എന്ന് പറയുന്നത് അത് കഴിക്കുന്നവരുടെ ചോയ്സാണെന്നുള്ളതാണ്. അതിൽ വെറും മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല അദ്ദേഹം നിലകൊള്ളുന്നത്. അന്ന് ഈ പ്രത്യേകിച്ച് കീഴാള വിഭാഗം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ജനവിഭാഗങ്ങളുടെ ഭക്ഷണ രീതിയിൽ പ്രധാനപ്പെട്ടത് പശുവിനെ കഴിക്കുക എന്നുള്ളതും പിന്നെ അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തുകൽ പിന്നെ വ്യവസായം നടത്തുക എന്നൊക്കെ ഉള്ളതായിരുന്നു. അപ്പം അതെല്ലാം അദ്ദേഹം മനസ്സിൽ വെച്ചിട്ടാണ് അദ്ദേഹം വളരെ ശക്തമായ ഭാഷയിൽ അതിൽ അദ്ദേഹം മറ്റ് മുഖ്യമന്ത്രിമാരെ ശാസിച്ചുകൊണ്ട് കത്തെഴുതുന്നുണ്ട്. 1955. അതെ, അതായത് അപ്രായോഗികമാണ്, ഈ ബില്ല് നടപ്പാക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ രാജിവെക്കുകയാണെന്ന് പറയും അദ്ദേഹം. വളരെ ശക്തമായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനോട് വരെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ സ്ഥാനത്ത് വേറെ ആരെങ്കിലും കണ്ടുപിടിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. അതായത് എനിക്ക് ഈ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കാൾ ഇവിടുത്തെ ഒരു മതേതര സ്വഭാവത്തിൽ ഇന്ത്യ നിലനിൽക്കണം എന്ന് ആഗ്രഹമെന്ന് വളരെയധികം ആലോചിച്ച് ചിന്തിച്ച ഒരാളായിരുന്നു. പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ കാലത്തെത്തുമ്പോൾ കഥ മാറുകയാണ്. അവിടെയാണ് 1960-കൾക്ക് ശേഷം ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഈ ഗീതാ പ്രസ് വരുന്നതും അതിനോടനുബന്ധിച്ച് കോൺഗ്രസിൻ്റെ ചിഹ്നം തന്നെ പശുവും കിടാവുക. അത് ആ സമയത്ത് അങ്ങനെ മാത്രമല്ല, ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ അന്ന് വാദിച്ചവരുടെ കൂട്ടത്തിൽ പിന്നെ പശുവിന് വേണ്ടി വാദിച്ചതിൽ കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കന്മാരുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ സന്യാസിമാരുടെ ഒരു പ്രക്ഷോഭം ഡൽഹിയിൽ നടക്കുകയും അതിന് നേരെ വെടിവെപ്പുണ്ടാവുകയും കുറേ ആളുകൾ മരിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായി ഒരു പശുവും പിന്നെ ഗോവധ നിരോധനം വേണോ വേണ്ടേ എന്നുള്ളത് ആലോചിക്കാൻ വേണ്ടി ഒരു ജസ്റ്റിസ് സർക്കാരാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു സമിതി രൂപീകരിക്കുന്നു. അതിലാണ് ശങ്കരാചാര്യർ ഉണ്ടായിട്ടുണ്ട്, പിന്നെ ഗോൾവാൾക്കർ ഉണ്ടായിട്ടുണ്ട്, ഈ കുര്യൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവർ പല സ്ഥലത്തും ഇത് സംബന്ധിച്ചിട്ടുള്ള തെളിവെടുപ്പൊക്കെ നടത്തിയെങ്കിലും അത് റിപ്പോർട്ടായി വരുമ്പോഴേക്കും മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായി. അദ്ദേഹം പിന്നെ ഇത് എന്ത് ചെയ്തു, അത് അദ്ദേഹം ഫ്രീസറിലേക്ക് വെക്കുകയും പിന്നെ അത് സംബന്ധിച്ചിട്ടുള്ള പിന്നെ യാതൊരു വിവരവും അതാർക്കൊന്നും അതിൽ പിന്നെ മെമ്പർമാരായിട്ടുള്ളവർക്ക് പോലും അത് നടപ്പിലാക്കിയോ ഇല്ലേ എന്നതിനെ കുറിച്ചിട്ടുള്ള ചിന്തയുണ്ടായിട്ടില്ല. ഇതിൽ ലീഗിൻ്റെ നിലപാട് പറയുമ്പോൾ ഭരണഘടനാ അസംബ്ലിയിലെ നിലപാട് മുനീർ സാഹിബ് പറഞ്ഞു. അതിനോടനുബന്ധിച്ച് പറയേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് പയ്യോളിയിൽ പിന്നെ ഒരു കലാപം ഉണ്ടാകുന്ന സമയം ബാഫക്കി തങ്ങൾ പറയുന്നുണ്ട്, അതായത് പശുവിനെ അറുക്കാൻ പാടില്ല അവിടെ ചെന്നിട്ട്. അതായത് അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പശുവിനെ മാത്രമല്ല, നിങ്ങൾ മുസ്ലിം ലീഗിൻ്റെ ഒരു സമ്മേളനം ദേശീയ തലത്തിൽ അന്ന് നടക്കുന്നുണ്ട് ആ കാലഘട്ടത്തിൽ. ഞാൻ അതിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അന്ന് മുസ്ലിം ലീഗ് പ്രമേയം എടുക്കുന്നുണ്ട്, ഗോവധ നിരോധനം നടപ്പിലാക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രമേയം മുസ്ലിം ലീഗ് ആ കാലഘട്ടത്തിൽ, അത് അവിഭക്ത ഇന്ത്യയിൽ മുസ്ലിം ലീഗ് എടുത്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രമേയത്തിൽ ഒന്ന് ഗോവധ നിരോധനം നടപ്പിലാക്കണമെന്നാണ്. ഇതിൽ ഏറ്റവും വലിയ തമാശ ഈ ബീഫ് കയറ്റുമതി ചെയ്യുന്നവരിൽ എല്ലാ പിന്നെ BJP നേതാക്കളുമായിട്ട് ബന്ധമുള്ളവരും അല്ലെങ്കിൽ മുസ്ലിമേതര ആളുകളുമാണ്. ഇപ്പോൾ അത് മുനീർ സാഹിബ് തന്നെ എഴുതിയിട്ടുണ്ട്. അതായത് പിന്നെ അൽ കബീറാണ് ഏറ്റവും കൂടുതൽ
ബീഫ് കയറ്റി സംഗീത് സോമാണ് സതീഷ് അഗർവാളിൻ്റെ ഒരു സംഗീത് സോം ഉണ്ടല്ലോ. സംഗീത് സോമാണ് ഈ അഖ്ലാഖ് മരിച്ച സമയത്ത് അവിടെ വന്ന് പ്രക്ഷോഭം ഉണ്ടാക്കിയതും അതിരൂക്ഷമായ വർഗീയത പ്രചരിപ്പിച്ചതൊക്കെ. പക്ഷെ സംഗീത് സോമിൻ്റെ പിന്നെ അദ്ദേഹം മീറ്റ് കയറ്റുമതി ചെയ്യുന്നൊരു എക്സ്പോർട്ടറാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കമ്പനിയുടെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹലാൽ എക്സ്പോർട്ടേഴ്സ് എന്നാണ്. ഇപ്പോൾ ഹലാൽ എന്ന് പറയുന്ന ഒരു വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഹലാലാണെങ്കിൽ പുറത്തേക്ക് വിടാൻ പറ്റുള്ളൂ. അന്ന് ഹലാൽ എന്ന സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് ഇത് പുറത്തേക്ക് വിടുന്നവരുടെ കൂട്ടത്തിൽ സംഗീത് സോമുണ്ട്. പല കമ്പനികളിലെയും പിന്നെ പേരുകൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അൽ കബീർ ഇങ്ങനെയുള്ള പേരുകളാണ് എല്ലാറ്റിനും കൊടുക്കുന്നത്. ഗാന്ധിജി അന്ന് പറഞ്ഞു, അതായത് ഹിന്ദുക്കളാണ് ഏറ്റവും കൂടുതൽ പശുവിനെ ദ്രോഹിക്കുന്നതെന്ന് ഗാന്ധിജി പറഞ്ഞു. അതിനൊരു കാരണം പറയുന്നത്, ഇവിടെ മുസ്ലിങ്ങൾ മാക്സിമം പശുവിനെ അറുത്ത് ഭക്ഷിക്കുകയുള്ളൂ. പക്ഷേ ഈ പശുക്കളെ ഓസ്ട്രേലിയയിലേക്കും മറ്റും കയറ്റി വെച്ചിട്ട് ദ്രോഹിക്കുകയാണ്. അതെ അതെ, അദ്ദേഹം വളരെ കാര്യമായി പറഞ്ഞിട്ടുള്ളത് പശുവിനെ ദ്രോഹിക്കുന്നവർ പശുവിനെ സംരക്ഷിക്കണം എന്ന് പറയുന്ന വിഭാഗം തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ZH ലാരിയൊക്കെ പറയുന്നുണ്ട്, പിന്നെ ഞാൻ ജീവിതത്തിൽ പശു കഴിച്ചിട്ടില്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പശു എന്ന് പറയുന്നത് പാല് തരുന്ന, അതായത് ആദായമുള്ളൊരു മൃഗമാണ്. ബുദ്ധിയുള്ള ആരും കറവയുള്ളൊരു പശുവിനെ കൊല്ലില്ല. അതെ അതെ അതെ. മാത്രമല്ല മുസ്ലിങ്ങളിൽ അധികം പേരും ഈ കഴിക്കാത്തൊരു ഭക്ഷണമാണ് ഈ പശു. അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത് നമ്മൾ തന്നെ ഇറച്ചിക്കടയിൽ ചോദിച്ചാൽ പശു ആണോ എന്ന് ചോദിക്കും. മൂരി തന്നെ പറ്റൂല, പോത്ത് വേണം. നമ്മുടെ ഇവിടുത്തെ ബീഫും അവിടെ പറയുന്ന ബീഫും തമ്മിൽ വ്യത്യാസമുണ്ട്. അതാണല്ലോ കേരള ഹൗസിൽ ബീഫ് എഴുതി വെച്ചപ്പോഴേക്കും അവിടെ പ്രശ്നം ഉണ്ടാവുകയും അത് പൂട്ടിക്കാനുള്ള ശ്രമം നടക്കുകയൊക്കെ ചെയ്യും. അവസാനം ബ്രാക്കറ്റിൽ പൊത്തുന്ന എഴുതി അങ്ങനെ എഴുതി വെക്കേണ്ടി വന്നു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളുടെ ഭക്ഷണ സംസ്കാരത്തിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. പശു എന്ന് പറയുന്നത്, ഞാൻ ഇതിലൊരു അധ്യായം മുസ്ലിങ്ങളും പശുവും എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. അതിൽ ഞാൻ പറയുന്നുണ്ട്, അടിസ്ഥാനപരമായി പശു എന്ന് പറയുന്ന ഒരു മൃഗത്തെ തിന്നുക എന്ന് പറയുന്ന ഒരു സംഭവം ഇസ്ലാം നിഷ്കർഷിക്കുന്നേ ഇല്ല. പിന്നെ മാത്രമല്ല, ഖുർആൻ നമ്മൾ എടുത്ത് വളരെ ആഴത്തിൽ പരിശോധിച്ചാൽ സസ്യങ്ങളെക്കുറിച്ചാണ് കൂടുതലായി സംസാരിക്കുന്നത്. അതിനകത്ത് വത്തീനി വസീത്തൂനി എന്നൊക്കെ പറയുമ്പോൾ സെയ്ത്തൂനെക്കുറിച്ചും അത്തിപ്പഴത്തെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. പിന്നെ അതിൽ എല്ലാം കൃഷിയെക്കുറിച്ചും പിന്നെ മറ്റ് ഫലവർഗ്ഗങ്ങളെക്കുറിച്ചൊക്കെയാണ് കൂടുതലായി സംസാരിക്കുന്നത്. അതിൽ നാൽക്കാലികളായിട്ടുള്ള മൃഗങ്ങളെ നമുക്ക് അടിമപ്പെടുത്തി തന്നിരിക്കുന്നത് ഭക്ഷിക്കാനാണ് എന്ന് പറയുമ്പോൾ അത് പശു എന്ന അധ്യായത്തിൽ ഒരിക്കലും പശുവിനെ കഴിക്കാൻ പറയുന്നില്ല. പശുവിൻ്റെ അധ്യായത്തിൽ രണ്ടും പശുവിനെ ഭക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവമേ അല്ല. അത് മൂസ നബിയുടെ കാലഘട്ടത്തിൽ പറയുന്ന രണ്ട് സന്ദർഭങ്ങളാണ് പറയുന്നത്. ഒന്ന്, മൂസ നബി പിന്നെ പോകുന്ന സമയത്ത് അവിടെ പശുവെ ആരാധിക്കാൻ തുടങ്ങി, പശുവിൻ്റെ ബിംബം വെച്ച് ആരാധിക്കാൻ തുടങ്ങിയതിനെക്കുറിച്ച്. പിന്നെ ഒരു മരണപ്പെട്ടു പോയ ഒരാളെ പുനർജീവിപ്പിക്കാൻ വേണ്ടി ഒരു പശുവിനെ ബലിയറുത്തിട്ട് അതിൻ്റെ വാല് കൊണ്ടടിക്കുന്നതിനെക്കുറിച്ച്. അങ്ങനെ രണ്ട് സന്ദർഭം പറയുന്നു. ആ രണ്ട് സന്ദർഭത്തിലും പശു ഇറച്ചി കഴിക്കുന്നതിനെക്കുറിച്ച് അതിൽ പരാമർശമേ ഇല്ല. മാത്രമല്ല പ്രവാചകൻ പശു ഇറച്ചി കഴിച്ചതായിട്ട് ഒരു തെളിവില്ല. കാരണം ആ കാലഘട്ടത്തിൽ പശു ലഭ്യമായിരുന്നില്ല, അവിടെ ഒട്ടകയായിരുന്നല്ലോ കൂടുതലായിട്ട്. പശുവിനെ കൊണ്ടുവരണമെങ്കിൽ സിറിയയിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവരികയൊക്കെ വേണ്ടിയിരുന്നു. ഈ ബംഗാളിൽ ഇപ്പോൾ കഴിഞ്ഞ ബലിപെരുന്നാളിൽ നടത്തിയൊരു പ്രതിരോധമുണ്ട്. അതായത് പിന്നെ ഇവരെ എന്താണ് പശുക്കളെ അല്ലെ ഇവരെ കാലികളെ അറുക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട്, അത് ഞാൻ പറഞ്ഞത് മുസ്ലിം സമൂഹമാണ് അവിടെ പറഞ്ഞത്. ഞങ്ങൾക്ക് പശുവിൻ്റെ ആവശ്യമില്ല, ആടിനെ അറുത്താൽ മതി. കാരണം എന്താണ്, ഇബ്രാഹിം നബിയുടെ കഥ പറയുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്നും ഇറക്കി കൊടുത്തത് പശുവിനെ അല്ലല്ലോ, ആടിനെ അല്ലേ. പക്ഷെ അതിൽ കുടുങ്ങിപ്പോകുന്നത് കർഷകരായിട്ടുള്ള ഹിന്ദുക്കളാണ്.
അതെ അതെ. കാരണം അവരാണ് പശുവിനെ വളർത്തുന്ന ആളുകൾ, തീർച്ചയായിട്ടും. പിന്നെ കാലികളെ വളർത്തുന്ന ആളുകൾ. ഈ ഗോ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഗോശാലകളിൽ അധികവും ഈ വളരെ സവർണരായിട്ടുള്ള ആളുകളാണ് ഗോശാലകളൊക്കെ പല സ്ഥലത്ത്. പക്ഷേ ഈ ഗോശാലകളിൽ ചിലപ്പം വളരെ പ്രായം ചെന്ന പശുക്കൾ ചത്തുപോകാറുണ്ട്. അപ്പോൾ ഗോശാലകൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ദളിത് വിഭാഗത്തെ അങ്ങോട്ട് വിളിച്ചു വരുത്തി ഇത് കൊണ്ടുപോയിക്കോളൂ എന്ന് പറയും. അതെ. എന്നിട്ട് അവരെന്ത് ചെയ്യും, അത് ഭക്ഷിക്കുകയായിരുന്നു ആ കാലത്തൊക്കെ. അതിൻ്റെ പിന്നെ ഈ തോലുപയോഗിച്ചിട്ട് ലെതർ ഇൻഡസ്ട്രിക്ക് കൊടുക്കുകയായിരുന്നു. പക്ഷെ ആ സന്ദർഭത്തിലും ഇത്തരത്തിലുള്ള ദളിത് പിന്നെ ചെറുപ്പക്കാരെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്ത സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. ശരിയാണ്. ഈ നമ്മുടെ പുസ്തക പ്രകാശന ചടങ്ങിൽ ഇപ്പോൾ വി ടി ബൽറാം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ പിന്നെ ഈ വേദകാലത്ത് ഇത് ഭക്ഷിച്ചിരുന്നു, അല്ലെങ്കിൽ വേദങ്ങളിലും ഉപനിഷത്തുകളിലൊക്കെ ഇതിന് തെളിവുണ്ട്, അതുകൊണ്ട് ഇത് ഭക്ഷിക്കാം എന്ന് പറയുന്നതിന് പകരം ഇപ്പം നിലവിലുള്ള ഒരു ഇന്ത്യയിൽ ഈ ഒരു ഫാഷിസം ഇതിനൊരു പൊളിറ്റിക്കൽ ആനിമലായിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗം എന്ത് എന്നൊരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതായത് ഇപ്പോൾ മുനീർ സാഹിബിന് ഇതിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്, ഒരു ഭാഗത്ത് അടിച്ചു കൊല്ലുന്നു, മറുഭാഗത്ത് ബീഫ് ഫെസ്റ്റ് നടത്തുന്നു. ഇത് രണ്ടും പ്രശ്നമാണെന്ന് പറയുന്നത്. പക്ഷേ എന്താണ് പരിഹാരം എന്നൊരു ചോദ്യം ബാക്കിയാണ്. സത്യത്തിൽ ഈ ഞാനിതിനകത്ത് എന്തുകൊണ്ട് വേദകാലവും വേദാനന്തരകാലമൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അത്തരത്തിൽ ലോജിക്ക് ഉണ്ടെങ്കിലേ വിശ്വസിക്കൂ എന്ന് പറയുന്ന ഒരു സമൂഹം വേറെ ഉണ്ട്. വി ടി ബൽറാം പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെന്തിനാണ് ആ കാലഘട്ടത്തിൽ ആരും കഴിച്ചോ കഴിച്ചില്ലെന്ന് ആ കാലത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതില്ല. ഇപ്പം നമുക്ക് കഴിക്കാമോ കഴിക്കാൻ പറ്റൂലേ എന്നുള്ളതാണ്. അതിൽ അദ്ദേഹം പറയുന്നത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ സ്വാതന്ത്ര്യത്തെ ആർക്കും കടന്നാക്രമിക്കാനുള്ള അവകാശമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം സസ്യബുക്കായിരുന്നു കുറേ കാലം. അദ്ദേഹം മാംസാഹാരത്തിലേക്ക് വരുന്നത് ഈ ഒരു പ്രശ്നം ഇന്ത്യയിൽ പൊട്ടിപ്പുറപ്പെട്ട സമയത്താണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അത് കഴിക്കാൻ സ്വാതന്ത്ര്യമുള്ളവരുടെ കൂടെ ഞാൻ നിൽക്കുക എന്നുള്ളത് എൻ്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം എന്നുള്ള നിലക്കാണ് അദ്ദേഹം. പൊളിറ്റിക്കൽ ഡിസിഷനായിരുന്നു ബീഫ് കഴിക്കാൻ. അത് അപ്പോൾ അദ്ദേഹം അവിടെ എടുത്തിരിക്കുന്ന നിലപാട് ഈ പറഞ്ഞ പോലെ അതിന് വേദത്തിൻ്റെ പിൻബലമുണ്ടോ അല്ലെങ്കിൽ പുരാണങ്ങളുടെ പിൻബലമുണ്ടോ, ചരിത്രത്തിൻ്റെ താളുകളിൽ എന്താണ് പറഞ്ഞതെന്നല്ല, ഇന്ന് എനിക്കെന്ത് കഴിക്കണം എന്ത് കഴിക്കേണ്ട എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അത് ഞാൻ പുസ്തകം വായിച്ചാലും വായിച്ചിട്ടില്ലെങ്കിലും. ഈ ഫാഷിസം എന്താണതിൻ്റെ ഭീകരരൂപം എന്ന് വളരെ കൃത്യമായിട്ട് മുനീർ സാഹിബ് വരച്ചു കാട്ടിയിട്ടുണ്ട്. അത് പിന്നെ അനുഭവിക്കുന്നതിൻ്റെ ഒരു വിവരണം കൂടിയാണ് പശുദേശീയത എന്ന് പറയുന്നത്. അപ്പോൾ പുതിയ കാലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രതിപക്ഷത്തെ മുഴുവൻ നിഷ്പ്രഭമാക്കുന്ന, അല്ലെങ്കിൽ പ്രതിപക്ഷ നിരയെ മുഴുവൻ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്. ആ ഗവൺമെൻറ് ഇപ്പോഴും ഈ വർഗീയതയിലും അതുപോലെ തന്നെ ഈ പശു ഇങ്ങനത്തെ സംഗതികൾ പറഞ്ഞുകൊണ്ടാണ് ആളുകളെ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പുതിയൊരു ജനറേഷൻ ഇതിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണിപ്പോൾ നമ്മൾ കോക്രോച്ച് ജനതാ പാർട്ടിയിലൂടെ, ശരിക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു കോമിക് പേരാണത്, കോമിക് സംഗതിയായിട്ട് വന്നതാണ്. അപ്പോൾ പുതിയ ഇന്ത്യയിൽ ചോദ്യം ഇതാണ്, പുതിയ ഇന്ത്യയിൽ ഇതൊക്കെ ഇനി എത്രത്തോളം ഫലിക്കുമെന്നുള്ളതാണ്. സത്യത്തിൽ ഈ വളരെ സംഘർഷഭരിതമാകുന്ന സാഹചര്യത്തിലൊക്കെ ഇതുപോലെയുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ടാവാറുണ്ട്. സത്യത്തിൽ ഞാൻ പറയുന്നത് ഒരു സൊസൈറ്റിയുടെ ഒരു കൂട്ടായ്മ ആവശ്യമായിട്ടുള്ള സാമൂഹ്യ സംഘടനകളുടെ ഒരു സാന്നിധ്യം കഴിഞ്ഞ കുറേ കാലമായി കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഏത് കാര്യത്തെയും രാഷ്ട്രീയമാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. അപ്പം ഒരു
സാമൂഹ്യ പരിഷ്കരണം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡൈനാമിസം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഇത്തരം പ്രസ്ഥാനങ്ങൾ ഉണ്ടായി വരും. അത് സ്വാഭാവികമാണ്, പ്രത്യേകിച്ച് പുതിയ തലമുറ. ഞാനതിൽ സന്തോഷിക്കുന്നത് എന്താ വെച്ചാൽ, പുതിയ തലമുറ കുറച്ച് മുമ്പ് വരെ പൊളിറ്റിക്കലാവുക എന്ന് പറയുന്നതായിരുന്നു ഫാഷൻ എന്ന് കരുതിയിരുന്ന കാലഘട്ടത്തിൽ നിന്നും രാഷ്ട്രീയ അവബോധം വേണം, എനിക്ക് കക്ഷി രാഷ്ട്രീയം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം, അതിനപ്പുറം ഓരോ പൗരനും രാഷ്ട്രീയ അവബോധം ഉണ്ടാകണം, രാഷ്ട്രത്തെക്കുറിച്ചുള്ള ധാരണ ഉണ്ടാകണം എന്ന് പറയുന്നിടത്തേക്ക് ഈ CJPയിൽ കോടിക്കണക്കിന് ആളുകളുടെ പിന്തുണയുണ്ടായി എന്ന് പറയുമ്പം അതൊരു ശുഭലക്ഷണമായിട്ടാണ് ഞാൻ കാണുന്നത്. അല്ല, അതിന് പ്രധാന കാരണം അവരെ ഡയറക്റ്റ് ഈ ഒരു മാൽ പ്രാക്ടീസൊക്കെ ബാധിച്ചു എന്നുള്ളതാണ്. അതാണ് ഞാൻ പഠിച്ചത്. വിദ്യാഭ്യാസ രംഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ്റിന് അവർക്കാകെയുള്ള ആയുധം എന്ന് പറയുന്നത് പോളറൈസേഷൻ ഉണ്ടാക്കുക എന്നുള്ള, അല്ലാതെ ഡെവലപ്മെൻറ്റ്സ് അവർക്ക് സാധ്യമല്ല. പ്രത്യേകിച്ച് ഇന്നത്തെ ലോക സാഹചര്യത്തിൽ ഇന്ത്യ ഇനിയും സാമ്പത്തിക വളർച്ച എത്രമാത്രം അവർക്ക് കൈവരിക്കാൻ പറ്റുമെന്നുള്ളതിൽ വലിയ ആശങ്കകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ചെറുപ്പക്കാർക്ക്. അവരുടെ ജോലി സാധ്യതകൾ തകർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഒന്നുമില്ല, ഈ ഗ്യാസ് നമുക്ക് ലഭിക്കാതെ വന്നു കഴിഞ്ഞാൽ എത്ര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടപ്പെടും. അങ്ങനെയുള്ള അതേ സമയത്താണ് വിദ്യാഭ്യാസം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങളിൽ പോലും സ്വജനപക്ഷപാതവും അതുപോലെ തന്നെ അഴിമതിയും ശക്തമായിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ചെറുപ്പക്കാരുടെ, പ്രത്യേകിച്ച് വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ഒരു വലിയ മൂവ്മെൻ്റ് ഉണ്ടാകും. ചൈനയിൽ അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ടെങ്കിലും ടിയനൻമെൻ സ്ക്വയറിൽ നടന്നിട്ടുള്ളത് ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭമായിരുന്നല്ലോ. അത് ഇന്നും ചൈനയുടെ ചരിത്രത്തിലെ ഒരു അധ്യായമല്ലേ ടിയനൻമെൻ സ്ക്വയർ എന്ന് പറയുന്നത്. സത്യത്തിൽ അതിന് തുല്യമായിട്ട് ടിയനൻമെൻ സ്ക്വയറിന് തുല്യമായി ജന്തർ മന്ദർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ജന്തർ മന്ദർ ഇനി ഒരിക്കലും ഇന്ത്യൻ്റെ യുവത്വത്തിൻ്റെ, വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ചരിത്രത്തിൽ നിന്നും, അല്ലെങ്കിൽ മൊത്തം ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിന്നും പറിച്ചെറിയാൻ പറ്റുന്ന ഒരു അധ്യായമല്ല. ഇനി ഹിന്ദു മുസ്ലിം പ്രശ്നം പറഞ്ഞിട്ട് ഇനി ഞങ്ങളെ പറ്റിക്കാൻ പറ്റില്ല എന്ന് വളരെ കൃത്യമായിട്ട് ജനസി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, അവർ അംബേദ്കറിൻ്റെ ചിത്രമാണ് അവർ ഉയർത്തിപ്പിടിച്ചത്. അത് അംബേദ്കറിൻ്റെ ചിത്രം ഉയർത്തിപ്പിടിച്ചത് ഒരു കേരള വിഭാഗത്തെ, അല്ലെങ്കിൽ സബാൾട്ടൺ ആയിട്ടുള്ള വിഭാഗത്തെ ഒന്നും പ്രതിനിധീകരിക്കുന്നതിന് വേണ്ടിയല്ല. ഭരണഘടന, ഇന്ത്യ തിരിച്ച് ഭരണഘടനയിലേക്ക് പോകണം എന്ന് പറയുന്ന ഒരു മെസ്സേജാണ്. അപ്പോൾ ചെറുപ്പക്കാർ, അതുകൊണ്ടാണല്ലോ എല്ലാ വിഭാഗവും അതിൻ്റെ പിന്നിൽ അണിനിരുന്നത്. അംബേദ്കർ എന്ന് പറയുന്ന, പിന്നെ അംബേദ്കറിനെ ഇപ്പോൾ എപ്പോഴും നമ്മൾ ജാതീയമായിട്ടാണല്ലോ വേർതിരിച്ച് നിർത്തുന്നത്. അതല്ല, അംബേദ്കർ അതിനപ്പുറം ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടാക്കി തന്ന ആളാണ്. അപ്പോൾ ആ ഭരണഘടനയെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ആണ് വിദ്യാർത്ഥി സമൂഹത്തിൻ്റെയും പുതിയ തലമുറയുടെയും ബാധ്യത എന്നുള്ളത് കൊണ്ടാണ് അവർ അംബേദ്കറിനെ ഉയർത്തിപ്പിടിക്കുന്നത്. സത്യത്തിൽ അതൊരു വലിയ മെസ്സേജാണ്. കാരണം ഈ ഭരണഘടനയുടെ ഓരോ അനുച്ഛേദങ്ങളും കീറിക്കളഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സമയത്താണ് ആ ഭരണഘടന ഉണ്ടാക്കിയ ശില്പിയെ ഓർമ്മപ്പെടുത്തുകയും പഴയ ഭരണഘടനയിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. എന്തായാലും പുതിയ ഇന്ത്യ ഒരു പ്രതീക്ഷയുടെ ഒരു ശബ്ദമാണ് ജന്തർ മന്ദിറിൽ നിന്ന് കേൾപ്പിച്ചു. തീർച്ചയായിട്ടും അത് നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും അതിൻ്റെ പിന്നിൽ അണിനിരക്കേണ്ടി വരും. അതെ, അത് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അതിനെ പിന്തുണയ്ക്കേണ്ടി വരും. അതിനെ മുന്നിൽ കയറി നിൽക്കാൻ പറ്റില്ല. കാരണം അതൊരു വലിയ മൂവ്മെൻ്റാണ്. അതിൻ്റെ കൂടെ നിൽക്കാനും അതിനെ പിന്തുണയ്ക്കാനുമേ നമുക്കൊക്കെ കഴിയുള്ളൂ. അത് എനിക്ക് തോന്നുന്നു ഓരോ വീട്ടിലെയും പിന്നെ രാജ്യത്തിൻ്റെ പിന്നെ ഭാവിയിൽ ആശങ്കയുള്ളവരുടെ മുഴുവൻ മനസ്സും പ്രാർത്ഥനാപൂർവ്വം അവരുടെ കൂടെയുണ്ട് എന്നുള്ളത്. എന്തായാലും പശുദേശീയത കൂടുതൽ വായിക്കപ്പെടട്ടെ. ഇത്രയും മനോഹരമായ എഴുത്തിലൂടെ ഒരു മനോഹരമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ മുനീർ സാഹിബിനെ അഭിനന്ദിക്കുന്നു. ശരി, താങ്ക് യു.